ഇന്ന് ഞാൻ ഒരാളെ കാണാൻ പോവാ. എൻ്റെ സോ അതിൻ്റെ മുന്നേ ഇവിടെ നെയ്ബർ അമ്മമ്മയും പിന്നെ കുറച്ച് പിടിങ്ങൂസ് വന്നിട്ടുണ്ട്. അവരെയും കൂടി കാണണം. സോ പോവാം. കൂടെ ഒരാളും കൂടി ഉണ്ട്. ആകാശ് പ്രദീപ് വാതിലടയ്ക്കൂ. So let's go. ഞാൻ കാണാൻ വരുമ്പോ പോകുന്നു. ഹരി ഹരി എന്താ കച്ചറ പോന്നെ? ഹായ് തരോ? ഹായ് ഹായ് പറ ഹരി. എത്ര ആയി നമ്മള് കണ്ടിട്ട്? കറിയോ ദേവു കറിയോ? വാ കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. എന്റെ മുത്തശ്ശിക്ക് ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എടുക്കാൻ വിട്ടോയി. അപ്പൊ നമ്മൾ രണ്ടാളും കൂടി എന്താ ഓർമ്മ ഉണ്ടോ? അതിനെപ്പോഴാ വന്നേ? 3 വയസ്സുള്ളപ്പോഴല്ലേ വന്നേ? ഇത് അമ്മൂമ്മക്ക് കൊടുക്കാൻ പോവാ അല്ലെ? അല്ല മുത്തശ്ശിക്ക്. എന്താ ഒന്നും മിണ്ടാത്തെ? അതാരാ? ആകാശ് മാമൻ. ആകാശ് മാമൻ ടാറ്റ. പോയിക്കോ. ഹരി ബൈ. അമ്മൂമ്മ മുടിയെല്ലാം വെട്ടി സുന്ദരിയായല്ലോ. നല്ല സുന്ദരിയാ. ഇതെന്താന്നറിയാ, സാരി എടുക്കാനും കുത്തിയിടാനൊക്കെ കഴിയുമെന്ന് പാടും. അപ്പം അല്ല ഇതല്ലേ സുഖം. നല്ല സുഖം. ആരും വന്ന പുറത്തേക്ക് ഷിജി ഞാനിടല്ലേ ഇത്. ഷിജി നീ അമ്മൂമ്മനെയും കാണാം യൂട്യൂബില്. അയ്യോ നിന്നെ കാണല്ലേ അമ്മൂമ്മ? അതേമാതിരി കാണാം. നീ അമ്മൂമ്മനെ എല്ലാരും കാണും. അമ്മൂമ്മ ഫേമസ് ആവും. ഞാൻ ഇത് പോക്കണ്ടി പോക്കി കാണും. ഹായ് അൻവി. ഹേമന്തി ബായ്. ബായ്. ഇത് കളിയാക്കുന്നോ? ടാറ്റാ. പോയിട്ട് വരാം. അച്ഛൻ്റെ ഉവാവുമാണ്, പക്ഷെ കുഴപ്പമില്ല. ഇപ്പം ആകാശേട്ടനാണ് എന്നെ അമ്മൂമ്മയുടെ അടുത്ത് കൊണ്ടാക്കി തരുന്നത്. ബട്ട് ബിഫോർ ദാറ്റ് നമ്മള് ഇപ്പൊ അവിടെ ഒരു സൈറ്റ് ഓക്കെ കൺസ്ട്രക്ഷൻ സൈറ്റ് ആയിട്ടുണ്ട്. ഇവരുടെ ഒരു പേടിയോ സ്പീഡിൽ പോകുന്നത് ആണ് നമ്മളെ സ്ഥലം. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. എന്ത് സെപ്റ്റിക് ടാങ്ക് ആയിരിക്കും? ചാണകക്കുഴിയാണ് ഈ കാണുന്നത്. അലീഷ എന്നോട് പറഞ്ഞ് എന്താ പറയാ, ഗ്ലാസിന്റെ സ്ലാബ് ഇടാൻ. അലീഷയ്ക്ക് ഇത് എന്റെ ചുറ്റിട്ട് റിംഗ് ലൈറ്റ് ഇട്ടിട്ട് ഉള്ളിൽ നടക്കുന്നത് കാണണം പോലും. ഇതൊക്കെയാണ് അലീഷന്റെ ഐഡിയാസ്. ഇവളാണ് ഡിസൈനർ. എന്താ ഒരു കൊല്ലത്തിന് ശേഷം ഇങ്ങോട്ട് വരുന്നത് തന്നെ. അലീഷയ്ക്ക് ഇതാ ഈ കുഴി, ഈ കോൺക്രീറ്റ് സ്ലാബിന് പകരം എന്താ പറയാ ഗ്ലാസ് സ്ലാബ് ഇടണം. ഇതിന്റെ ഉള്ളിൽ വീണാല് നീ പുതിയ മേടിച്ചിടും. ഫസ്റ്റ് ബുക്കിങ്ങിന് 50% ഓഫ് ഉണ്ടെന്നാണ് മൊയിലാളി പറയുന്നത്. സോ റൂം ടൂർ ഉണ്ടാവോ? ഇതപ്പോ ഇടാൻ പറ്റൂല. സോ ഇതാണ് ജനവാതിൽ. നല്ല വ്യൂ ഉള്ള ഇതാണ്. പക്ഷെ അപ്പുറത്ത് ഇനിയിപ്പം അടിപൊളി വ്യൂ ആക്കി എടുക്കണം. അതും കൂടി മൊയിലാളി വാങ്ങുമെന്നാണ് പറയുന്നത്. ഈ ക്ലിപ്സ് ഇടുന്നതിൽ മൊയിലാളിക്ക് പ്രശ്നമുണ്ടോ? ഓക്കെ. ഇനി എത്ര കാലം എടുക്കും ഇത് റെഡി ആവാൻ? Maybe few more months. Ground floor അപ്പത്തേ റെഡി ആവും. പിന്നെ ഫസ്റ്റ് ഫ്ലോർ നമുക്കത്തേക്ക് സ്ട്രക്ചർ പ്ലാൻസ്. അലീഷ കുറച്ച് പണിയെടുത്ത് പൈസ എനിക്ക് കടായിട്ട് തരണം. അതെ അതെ അതെ. കണ്ടോ, ഫുൾ ടൈം തീർക്കാണ് പൈസ മൊത്തം. അതിനെ കൊണ്ട് ഇവിടെ പണി നടക്കുന്നില്ല. അലീഷ ഒന്ന് ഉത്സാഹിച്ച് തന്നു കഴിഞ്ഞാൽ അതിനുള്ള ഇത് തരാം. അത് അടച്ചോ. എനിക്ക് എന്നാലും സ്മരിക്കുന്നുണ്ട്, കാരണം മൂക്ക് ചൊറിയുന്നുണ്ട്. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ അറൈവ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഡെസ്റ്റിനേഷനില്. റോബിൻ ഹുഡ്.
ലോക എന്താ ഞാൻ ഒന്നും ആരും അറിയില്ലല്ലോ. സർപ്രൈസ് ആയില്ലേ ഒരാഴ്ച ഈ ഷോപ്പിലുള്ളവരെ ആൽബാലെ. ഇനി എന്നാ പോകുന്ന 3-ാം തീയതി എന്നിട്ട് ഓണത്തിന് തിരിച്ചു വരും. എങ്ങനെയുണ്ട്? ഓണത്തിന് വരുമ്പോ ഒരു ഫ്രണ്ട് ഉണ്ടാവും ഹിന്ദിക്കാരി. അമ്മമ്മ എക്സൈറ്റഡ് ആണോ? ഹിന്ദി പറയും അമ്മമ്മ. അപ്പത്തെ അമ്മമ്മ കുറച്ച് ഹിന്ദി പഠിച്ചേക്കി. ആപ്കാ നാം ക്യാ ഹേ? ഇവിടെ സോറി കാണിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ഹിന്ദിക്കാരി ഉണ്ട്, BA ഹിന്ദി. തിരുവോണ 26-ന്. ഓക്കെ, ഇത് 3-ാമത്തെ ഓണം, ഇത് 4-ാമത്തെ ഓണം. അത് അപ്പൊ 4 എനിക്ക് കിട്ടൂല, അതൊന്നും എനിക്ക് കിട്ടൂല. എനിക്ക് എത്ര കിട്ടിയ? ശ്രീനാരായണ ഗുരു കേരളത്തിൽ മാത്രല്ലേ ഉള്ളൂ. ആ അതും എനിക്ക് കിട്ടൂല, ഇതോ ഒന്നും എനിക്ക് കിട്ടൂല. ആ പണ്ട് നബിദിനം കിട്ടിയാലായി. നബിദിനെന്താ? അപ്പൊ നബിദിന മുസ്ലിംസിന്റെ ആണല്ലേ അമ്മ പറഞ്ഞേ. ആ അപ്പൊ ഇതെന്താ ശനി ഇത് 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 അങ്ങനെ ഒരു മൺഡേ എടുത്താൽ കിട്ടും. കിട്ടും. അങ്ങനെയാ വരിക. അങ്ങനെ വരും. 26-നാല്ലേ? ഓക്കെ ഓക്കെ, 4 ദിവസം. ഓർഡർക്ക് വന്നിട്ട് ചെങ്ങനെയാണ് പൊട്ടിക്കുന്നത്. ഇവിടെ ഒരു പ്രൈവസി ഇല്ല. എന്തോ ഇതിന്റെ ഇങ്ങനെ റിട്ടേൺ ചെയ്യാ. വൃത്തി പറഞ്ഞ സാധനം കിട്ടുന്നില്ല. ഓ ഇവിടെ എടുക്കാനും പറ്റില്ല. ഇതെന്തത്? താത്തായിക്ക് വയസ്സായി, നരയൊക്കെ വന്ന്. പാന്റും ജീൻസ് വേണ്ട, സാധാ പാന്റും ടീഷർട്ടും, കുറച്ച് വയറ് കാണുന്ന ടീഷർട്ട്. അത് കുഴപ്പമുണ്ടോ? ഇല്ല, എന്താ കൊണ്ടുവരട്ടെ? അമ്മൂമ്മ എന്തിനാ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ സാരി ഇടുന്ന? നൈറ്റിയിലോട്ട് ഷിഫ്റ്റ് ആയിക്കൂടെ? ആദ്യം ഇടയാന്ന് വിചാരിച്ചിന്, ഇനി അപ്പൊ അവരൊക്കെ സമ്മതിച്ചില്ല. അപ്പൊ ഇടാൻ മടിയാവും. ഇതാണ് അമ്മൂമ്മന്റെ കാണാണ്ടായ എന്താണ് ആങ്ങള. മാമ ഒന്ന് കാണിച്ചരി, മകനെ തിരിച്ചു വരൂ. ഇതാണ് കാണാണ്ട് പോയ ആള്. ആരെയും കാണുകയാണെങ്കിൽ നമ്മളോട് പറയണം. എത്ര കൊല്ലായി കാണാണ്ട് പോയിട്ട്? 35 കൊല്ലം. കുട്ടിക്ക് 36 വയസ്സായി. 35 കൊല്ലായി പോയിട്ട്. ജോലിയൊക്കെ കിട്ടി. അവനെ സ്വന്തം കാലം നിന്നിട്ട് കല്യാണം. അതന്നെ. ഇതാണോ ഇങ്ങനെ വേണം അമ്മമാരും അമ്മൂമ്മമാരായാലും. അതന്നെ. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ പണിയെടുക്കണം അല്ലേ? ഇങ്ങനെ പറഞ്ഞ നീ തടിച്ചിട്ടാണ്, നന്നായിട്ട് ഹെൽത്ത് നോക്കണം, പുറത്തത്തെ ഫുഡ് കഴിക്കരുത്. വേറെ എന്താണ് ഉപമിച്ചല്ലോ? എന്ത് ഉപമിച്ചു? എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്യണമെന്നല്ലേ ഇവളും പറഞ്ഞ. അതാണ് വൃത്തിയോട്. ഇത് നിനക്കെട്ടാൻ പോകുന്ന പെണ്ണുങ്ങൾ ഇത് കാണണം. ഇവന് ബാഡ് ബോയ് ആണ്, അവന് ബാഡ് ഉപമിക്കുന്നുണ്ട് അല്ലേ മാമി? ബാക്കിൽ സംസാരിച്ചത് കുഴപ്പമില്ലല്ലോ. എന്റെ മാമി ഷൈ ആയോണ്ട് അവൻ ജയിച്ചോട്ടെ അടിച്ചിട്ടല്ലേ. അപ്പൊ എങ്ങനെയാണ് വരിക എന്നുള്ള അറിയില്ലേ. മുഖ്യമന്ത്രി നീ നല്ലത്. ഇതിന്റെ കേടന്നല്ലേ നമുക്ക് അറിയില്ല. വോട്ടും ഇല്ലാണ്ടായിപ്പോയി. ഇനി അടുത്ത വോട്ട് എപ്പോഴാ? അതിന് 5 കൊല്ലം കഴിഞ്ഞിട്ട്. അല്ല, മറ്റേ വോട്ടില്ലേ? ഒന്നും കൂടി ഇല്ലേ ഒരു കൊല്ലായിട്ട്? അപ്പത്തേ ഞാൻ വോട്ടേഴ്സ് ID ഒക്കെ എടുക്കും. ഇപ്പൊ ചെറിയ കുട്ടിയല്ലേ. അത് പ്രധാനമന്ത്രിന്റെ അല്ല, അത് നമുക്ക് പെടൂല. നമുക്ക് കേരളത്തിലെ മന്ത്രിന്റെയാ. നീ ഇപ്പൊ 5 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കാല്ലേ. പെൻഷൻ കിട്ടാൻ വേണ്ടിട്ട് പിന്നെ റേഷൻ കാർഡ് നോക്കൂ. ഒരു വരുന്നുണ്ട്, നടക്കുന്നുണ്ട്. 3 ആകുമ്പോഴത്തേക്ക്. അതിന്റെ അതൊക്കെ പറയോ, ചോദിക്കോ എന്റെ കുറിച്ച്. പിന്നെ വീട്ടില് കാറുണ്ടോ നോക്കൂ. കാറ് കുറച്ച് ദിവസത്തെ മാറ്റി. അത് മാറ്റാനൊന്നും പറ്റൂല. പിന്നെ AC നോക്കൂ. അപ്പൊ ഒക്കെ നോക്കിട്ടേ കൊടുക്കുള്ളൂ. അപ്പൊ എല്ലാ കോളും ഫില്ലായി. അപ്പൊ കിട്ടൂല, പെൻഷൻ കിട്ടൂല. അപ്പം വരുമാനം അങ്ങോട്ട് മുടങ്ങി കിട്ടിയില്ലേ. വട്ടച്ചെലവ് നമ്മൾക്ക് വേറെ എന്താ നോക്കണം. ഞാൻ തരാം മുമ്പേ നമ്മൾക്ക് വട്ടച്ചെലവ്. ഓണാവത്തെ
വേഗം വെച്ചോളാം നമുക്ക് സീരിയൽ ഇപ്പൊ കഴിയും. എന്താ സായം ഇതാണോ? പോയി വരുമ്പോഴത്തേക്ക് അച്ഛൻ കൊന്നതാണ്. ആരാ കൊന്ന്? ഇത് മറ്റോളല്ലേ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന? ഇല്ലേ? സ്ലിം ബ്യൂട്ടി ആയല്ലോ. ഇതിനെ 31 കഴിച്ച്. മിഥുന് 31. കർക്കിടക 1 കലിയാനോ? അതെന്താ സംഭവം? എന്താ എങ്ങനെയാ വെച്ചാല് മുമ്പിലൊക്കെ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് ഒക്കെ അരിക്കൂട്ടൊക്കെ ഇട്ടാളൂലേ, അതിന്റെ കുടിച്ചില് രണ്ടിത്തിരി ഉപ്പ്, ചൂലിന്റെ തുച്ഛം ഒരു മുളക് അങ്ങനെ ആക്കിയിട്ട് കുളിക്കാൻ പോകുമ്പോ കൊടുക്കുക. പിറ്റേ ദിവസം കയ്യിലെന്ന് അറിയുന്നത് പിന്നെ ഇളഞ്ഞി അട ചുടും. അത് പിന്നെ കുറച്ച് 2-3-4 വിധം ഉരുളച്ചോറ്, പിന്നെ ഇളനീന്റെ വെള്ളം, ഇളനിയല്ല തേങ്ങ പൊട്ടിച്ചിട്ടുള്ള വെള്ളം, അതിലും കൂടി ചൂട്ട് കത്തിച്ചിട്ട് അവിടെ വെക്കുക. മണ്ണിൽ വെക്കും. അത് നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. അതാ മോനെ വന്നിട്ടേ. അതാ ഹെൽമെറ്റ് ഇട്ട് നോക്കി. പണ്ട് സൈക്കിളിൽ പോയാൽ ഓർമ്മയില്ല. ദിസ് ഇസ് നമിത്രന്റെ ID കാർഡ്. പോയാൽ ഓർമ്മയില്ല. ഇവന്റെ വീട്ടിലാ നോക്കിയില്ലേ? നമുക്ക് മീശ എന്തെന്നാണ് ഇങ്ങനെയാണോ? ഇവരാരും കല്യാണം കഴിക്കരുത്. അല്ല ഇതിപ്പോ ഇവിടെ. സോ നമ്മളിപ്പം ചായക്കടി വാങ്ങാൻ പോവാണ്. ഓ മൈ ഗോഡ്, നമ്മൾ ചായക്കടി വാങ്ങാൻ പോവാണ്. നമിക്കുട്ടി എന്താ വിശന്ന് വലഞ്ഞ് കോളേജ് കഴിഞ്ഞിട്ട് വരികയാണ്. വാ. എന്തേ വയ്യണ്ടയോ? അത്രയും പഠിച്ചോ? അല്ല, അവിടെ പോയി വന്നിട്ട് ക്ഷീണം. ഓ, എന്തിനാ പോകുന്ന? പഠിക്കുന്നുണ്ടോ? പിന്നെ അറ്റൻഡൻസ് വേണ്ടേ? അറ്റൻഡൻസ് വേണ്ടേ? അറ്റൻഡൻസ് മാത്രം മതി. നല്ല എക്സാം എഴുതാൻ പറ്റില്ല. എക്സാം കോപ്പി അടിച്ചിട്ടാണെങ്കിലും എഴുതൂലേ? ഇല്ല, നമുക്ക് ഞാൻ പഠിച്ചിട്ട് എഴുതും. അതിന്റെ അകത്ത് കേറൂല. നമ്മിന്റെ പാനിപ്പൂരി ഷോപ്പിൽ വേണോ? വേണോ? എന്റെ ബുക്ക് കൂടെ വന്നത് ഇനിയിപ്പോ വിളിച്ചില്ലെങ്കിൽ അത് പോയി അടിറ്റി നമ്മള് കറക്റ്റ് മുമ്പിൽ എത്തിക്കോളൂ. സോ വേണ്ട നമുക്കൊക്കെ വേണ്ടേ? നമ്മളിപ്പം സ്നാക്സ് മേടിച്ചു, പിന്നെ ചോക്കോബാറും മേടിച്ചു. അവിടെ പോയി കഴിച്ചാല് ആകാശം ഓരോന്നും പറയും. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം. ഇനിയിപ്പോ ഇത് കണ്ടിട്ട് നമിത്ത് വരുവോ? അല്ല ഇപ്പൊ കുഴപ്പമില്ല. നമിത്തിനും പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞില്ലേ മറ്റേ വീഡിയോ കണ്ടിട്ട്? ചിയേഴ്സ്. തൊട്ടിയില്ല. അവിടെ എന്റെ ഒന്നും ഇല്ല. കോല് മാത്രം. അത് കോല് എവിടെ ഉപേക്ഷിക്കും? എടാ മറ്റേ പ്ലാസ്റ്റിക് കളഞ്ഞില്ലല്ലോ. ഇവിടെ ഇല്ല, നിലത്ത് കളയാൻ പോയി. ബാഡ് ഗേൾ. എവിടെതാ? ഞാൻ കണ്ടില്ല. ഇവിടെ കളയാൻ പോയത്. ഞാൻ അങ്ങനെ കളയൂല. പിടിച്ചു വെച്ച ഇതാ അമ്മൂമ്മന്റെ ബാലൻസ്. എന്റെ വകന്നത്തെ ചായ. നമ്മളെ പവ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ക്രിസ്പി. എന്റെ ബസ് തിന്ന് ക്രിസ്പി സൗണ്ട് കേക്കില്ലേ? എന്റെ അടുക്ക് അമ്മമ്മ നല്ല കടുപ്പുള്ള ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് തലവേന ഉണ്ട്. വേണോ? ഇവളും അമ്മൂമ്മന്നാ വിളിക്കാം, ഞാനും അമ്മൂമ്മന്നാ വിളിക്കാം. പക്ഷെ ഇവളെ അച്ഛമ്മയാ. കാരണം എന്താ അറിയോ? നമ്മൾ ചെറുതാകുമ്പോ വിളിക്കുന്ന കേട്ടിട്ട് ഇവള് കേട്ട് ശീലിച്ച. സോ ഇപ്പൊ ഇവക്ക് 2 അമ്മൂമ്മമാരുണ്ട്. ഇത് പഠിച്ചു കളിക്കുന്നേ. ഓ ഡീസന്റ്. ക്യാമറ ഓണായ ഡീസന്റ്.
അമ്മമ്മയും പേരക്കുട്ടിയും സംസാരത്തിലാണ്. എന്താ നമ്മി കളിക്കുന്നേ? ട്രൈ ചെയ്യുന്നുണ്ട് എന്റെ പെങ്ങളോട്. അങ്ങനെയല്ല കഴുത. ഇയാളെ ചുണ്ടാക്കി അതുകൊണ്ട് ആളാളിട്ട. ഓ അമ്മമ്മ എങ്ങനെയുണ്ട്? അയ്യോ ഇതെന്തിനാ ചോക്ലേറ്റ് കുറച്ച് അത് ഞാൻ ഇടല്ലോ. ഇതെന്താ ഓറഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ ഫോണില് നോക്കിയപ്പോ തീരെ കാണുന്നില്ല. ഇഷ്ടപ്പെട്ടോ മമ്മിക്ക്? വെറുതെ പറയാ. ഒന്ന് തരുമോ? വന്നു ഗൈസ്, എന്റെ മോൻ വന്നു. പാനിപ്പൂരി കഴിക്കാൻ പോട്ടെ. ഞങ്ങൾക്ക് എന്താ യൂണിഫോം ഇല്ല? നോക്കട്ടെ, ലുക്ക് ആയിട്ടുണ്ടല്ലോ. ചൂടക്കറി, ശിവകറി, പിന്നെ ചെമ്മീൻ. ചെമ്മീനുണ്ട്. ചെമ്മീൻ ഇവിടെ ആയിപ്പോയി. ഇവിടെ എനിക്ക് വേണോ? എനിക്ക് വേണോ ചെമ്മീന്? എനിക്ക് ചെമ്മീൻ കിട്ടി. എങ്ങനെയുണ്ട് നമ്മി? നമ്മി ടേസ്റ്റി. താങ്ക് യു. യമ്മി. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മി ഇഷ്ടപ്പെട്ടോ? 2 പ്ലേറ്റ് കുടിക്കും. 1 ബില്യൺ ഉള്ളൂ, 1 ബില്യൺ ഉള്ളൂ. 100 രൂപ. നിങ്ങൾ ഉണ്ടാളോ ചോദിച്ചു, എനിക്ക് വേണ്ട. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കൊള്ളുവോ? റിട്ടേൺ അയക്കണോ? അതൊന്ന് ഇട്ട് നോക്കണോ? യെസ്, അൺബോക്സ്. നമ്മിത്തിപ്പോ അവന്റെ യൂണിഫോം അൺബോക്സ്. നല്ല ബോറായിട്ടുണ്ട്. നല്ല ബോറായിട്ടുണ്ടടാ. എടാ, ഇത് CMI സ്കൂൾ തന്നെയാണോ? നീലാ ഫ്രണ്ട് എനിക്ക് അപ്പൊ ഒരാൾ കൊടുത്തത് എങ്ങനെയാണ്? കൊഴപ്പില്ല, ഫിറ്റ് ഒക്കെ തന്നെയല്ലേ? ആ, ഇത് ഇനി തടിക്കാണ്ടെന്നാ മതി. ഇല്ല, ഇവിടെ സെക്കൻഡ് കുട്ടികൾക്ക് ഒരു വാല്യൂ ഇല്ല. ഓളെ ഗുരുവായൂർ കൊണ്ടുപോയില്ലേ? ഇന്നെ കൊണ്ടുപോയോ? ഇല്ല. ഇവര് ഒരു ടെമ്പോ വിളിച്ചിട്ട് ഒരു അമ്പലത്തിൽ കൊണ്ടുപോയില്ലേ? ടെമ്പോ വിളിച്ചിട്ട് നമ്മീനെ കൊണ്ടുപോയി. പറയുമ്പോ അത് ഫസ്റ്റത്തെ കുട്ടി പോലെയല്ല. ഈ കുടുംബത്തിലത്തെ ഫസ്റ്റ് കുട്ടി ഈ ആണോ? അല്ല. ഇതാകുമ്പോ വേണ്ടിയും ഞാൻ എനിക്കൊരു ഇതാരാ അമ്മൂമ്മേ? അതാരാ അവിടെ? അത് അതൊരു മോളും ഓ, ഞാനും. അമ്മൂമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിട്ട് അവിടെ വെച്ചതാ. ഇത് അമ്മൂമ്മേന്റെ ലവർ കം ഹസ്ബൻഡ്. ബൈ അമ്മൂമ്മേ. ബൈ. ടാറ്റ. പോട്ടെ.